അതുപോലെ മേഡം ഇതിൽ എന്തെങ്കിലും വേറെ സ്റ്റിച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടതായിട്ട് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെടുത്ത് നോക്കിയിട്ട് പറഞ്ഞതല്ല സ്റ്റിച്ച് ഉണ്ട്, പിന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരാഴ്ച സ്റ്റിച്ച് എടുക്കാനും പിന്നെ ക്ലിയർ ഇത് നല്ല രീതിയിൽ കെയർ ചെയ്യാനും മാത്രമേ അതിൽ എഴുതിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ക്യാഷ് ഇല്ലെന്നോ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ലെന്നോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് പോലും പറഞ്ഞില്ല. എങ്കിൽ ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവർ പറയണ്ടേ? ഇവിടെ ഇരുന്ന് എന്തെങ്കിലും ആയിപ്പോയാൽ ഞങ്ങൾ ആരെടുത്ത് പറയും? അതുകൊണ്ടാണ് ആദ്യമേ നിങ്ങളെ മീഡിയക്കാരെ അറിയിക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഇന്ന് ഞങ്ങൾക്കത് സംഭവിച്ചു, നാളെ വേറെ ആർക്കത് സംഭവിക്കരുത്, അത്രയേ ഉള്ളൂ. എന്നാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്? അഡ്മിറ്റ് അല്ല, ശനിയാഴ്ച, അതായത് ചൊവ്വാഴ്ച കൊണ്ട് കാണിച്ചു, പിറ്റേ ചൊവ്വാഴ്ച വന്നപ്പോഴത്തേന് അടുത്ത ശനിയാഴ്ച അങ്ങനെ പറഞ്ഞു. അഡ്മിറ്റല്ല, ജസ്റ്റ് സർജറി കണക്കൊക്കെ വരാനാണ് പറഞ്ഞത്. രാവിലെ 7-8 മണിക്ക് വന്നു, 12:30 മുമ്പ് സർജറി എല്ലാം കഴിഞ്ഞു പോവുകയും ചെയ്തു. അന്നാണ് ഡിസ്ചാർജ് ചെയ്തായിരുന്നു. ഇങ്ങനെ ഈ ഒരു ഉറ ഉണ്ടെന്ന് എപ്പോഴാണ് അറിയുന്നത്? അത് ഇടയ്ക്ക് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഇടയ്ക്ക് ഈ ചെറിയ ഈ വേദനയും ഈ വിമിഷ്ടം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്ലീൻ ചെയ്യത്തോണ്ടായിരിക്കും വിചാരിച്ചാൽ പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇത് മരുന്നും വേറെ അതിൻ്റെ പഞ്ഞിയും തുണിയും ബ്ലാസ്റ്റെല്ലാം വാങ്ങിച്ചിട്ട് വൈഫാണ് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ചൂടുവെള്ളമൊക്കെ വെച്ച് ക്ലീൻ ചെയ്യാനായിട്ട് ഇത് അഴിച്ചപ്പോഴത്തേനാണ് കണ്ടത്. ഇത് ഡിസ്ചാർജ് സമയത്ത് എന്തെങ്കിലും പറഞ്ഞു ഉറ വെച്ചിട്ടുണ്ടെന്ന്? എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ഡിസ്ചാർജ് ഇപ്പോൾ എന്താണ് പറഞ്ഞത്? ക്ലീൻ ചെയ്യാൻ ഡോക്ടേഴ്സ് അങ്ങനെ വേറെ ആരും ഇങ്ങോട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇറങ്ങിയ സമയത്ത് ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, അതായത് ട്രിപ്പിട്ട സിസ്റ്ററിനോട് ചോദിച്ചു, അതുപോലെ മേഡം ഇതിൽ എന്തെങ്കിലും വേറെ സ്റ്റിച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടതായിട്ട് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെടുത്ത് നോക്കിയിട്ട് പറഞ്ഞതല്ല സ്റ്റിച്ച് ഉണ്ട്, പിന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരാഴ്ച സ്റ്റിച്ച് എടുക്കാനും പിന്നെ ക്ലിയർ ഇത് നല്ല രീതിയിൽ കെയർ ചെയ്യാനും മാത്രമേ അതിൽ എഴുതിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലീൻ ചെയ്യാൻ പോയപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഈ ഒരു കണ്ടില്ലായിരുന്നു? ഹോസ്പിറ്റൽ ക്ലീൻ ചെയ്യാൻ പോയില്ല. ശരി, ഇന്ന് 3 ആയതല്ലേ ഉള്ളൂ. ഇങ്ങനെ ഈ ഓരോ കണ്ട നിർമ്മല ഹോസ്പിറ്റലുകാരാണ്? അല്ലല്ല, ഇതിവിടെ വീട്ടിൽ വൈഫ് തന്നെയാണ് ഇത് ക്ലീൻ ചെയ്ത് വേറെ മരുന്ന് വെച്ച് ഒട്ടിച്ച് തരാനായിട്ട് ഇളക്കിയതാണ്. അപ്പോൾ ഇത് കണ്ടതിൻ്റെ പുറകിലാണ് നെടുമങ്ങാട് ആശുപത്രി കൊണ്ട് കാണിച്ചത്. ഇടയിന്നേ ഇങ്ങനെ വെള്ളം പോലെ ഒലിച്ചൊലിച്ച് വരുന്നത്. അപ്പം സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരില്ലല്ലോ. ഡൗട്ട് കൊണ്ട് ഞാൻ അത് സർജറി കഴിഞ്ഞ് അന്ന് തന്നെ ഞാൻ ജസ്റ്റ് ഇടയിൽ ഗ്യാപ്പ് വഴി ഞാൻ ഫോണിൻ്റെ വെട്ടടിച്ച് നോക്കിയപ്പോൾ ഇതുപോലെ ഒരു സംഭവം ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞായിരുന്നു ഒരു പ്ലാസ്റ്റിക് പോലെ. അപ്പോൾ ഇവർ പറഞ്ഞ എന്തെങ്കിലും ഒട്ടിപ്പ് വല്ലതായിരിക്കും, നീ ചെയ്യല്ലേ, ഇൻഫെക്ഷൻ ആവും, ഒന്നും ചെയ്യില്ല. എന്നിട്ട് എനിക്ക് എന്തോ ഒരു ഡൗട്ടുണ്ട്. അങ്ങനെ ഇന്നലെ രാത്രി ഞാൻ നിർബന്ധിച്ച് ഞാൻ അത് അഴിച്ചതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവിക്കുന്നത്. ഇപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് ബ്ലഡ് വാർന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലൗസിൻ്റെ പീസ്. ആരെങ്കിലും അങ്ങനെ വെക്കുമോ? ഞങ്ങൾ ക്യാഷ് ഇല്ലെന്നോ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ലെന്നോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് പോലും പറഞ്ഞില്ല. എങ്കിൽ ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവർ പറയണ്ടേ? അല്ല, ആശുപത്രിയുടെ വിശദീകരണം പറഞ്ഞാൽ നിങ്ങൾ പണം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഉറ വെച്ചെന്ന്? ഒരിക്കലും ഇല്ല. നമ്മളോട് അങ്ങനത്തെ കാര്യം ചോദിച്ചിട്ടില്ല. ക്യാഷ് ഉണ്ടോന്നോ അല്ലെങ്കിൽ ഇത് വാങ്ങണമെന്നോ പറഞ്ഞില്ല. ഞങ്ങൾക്ക് ആകെ പറഞ്ഞിട്ടുള്ള ഒരു ബോട്ടിലും ഇടാനുള്ള വസ്ത്രം ഇത് മാത്രമേ ഞങ്ങൾക്ക് എഴുതി തന്നിട്ടുള്ളൂ. അത് ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. അല്ലാണ്ട് ഇതിനകത്ത് വേറെ ട്യൂബ് വെക്കണമെന്നോ അല്ലെങ്കിൽ അത് മേടിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിന് മുന്നേ ഒരു സ്റ്റോണിൻ്റെ സർജറി ചെയ്തപ്പോൾ അവർ വാങ്ങാൻ പറഞ്ഞ അത്രയും സാധനം ഞങ്ങൾ മേടിച്ച് കൊടുത്തവരാ. അപ്പോൾ ഈ ചെറിയൊരു 2000 രൂപ 3000 രൂപ മുടക്കം നമ്മളെ കൊണ്ട് പറ്റത്തില്ലേ? അവരും ഇത് ഗ്ലൗസ് ആണെന്ന് തന്നെ പറഞ്ഞു. അവരും കണ്ട ഉടനെ പറഞ്ഞു, അയ്യോ ഇതെന്തോ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇത് ഗ്ലൗസ് ആണെന്ന് ഡോക്ടേഴ്സ് പരസ്പരം പറയുന്നുണ്ട്. എങ്കിൽ അവർക്കും അറിയാമല്ലോ ഈ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന്. അവർക്ക് പറഞ്ഞൂടെ ഇത് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വെച്ചിരിക്കുന്നതാവാം എന്ന് അവർക്ക് പറയാമല്ലോ. അവർ പറഞ്ഞ ഉടനെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ രാവിലെ വരിക, നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറെ തന്നെ കാണിക്കുന്നതായിരിക്കും സേഫ് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു പ്രശ്നം ആയതുകൊണ്ടല്ലേ അവരങ്ങനെ പറഞ്ഞു വിട്ടത്. എടുത്ത് മാറ്റാൻ വേണ്ടി വന്നതാണ്. ഇന്നിപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം അവർ എടുക്കണ്ടേ? ഇവിടെ ഇരുന്ന് എന്തെങ്കിലും ആയിപ്പോയാൽ ഞങ്ങൾ ആരെടുത്ത് പറയും? അതുകൊണ്ടാണ് ആദ്യമേ നിങ്ങളെ മീഡിയക്കാരെ അറിയിക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഇന്ന് ഞങ്ങൾക്കത് സംഭവിച്ചു, നാളെ വേറെ ആർക്കത് സംഭവിക്കരുത്, അത്രയേ ഉള്ളൂ.